ഹായ് നമസ്കാരം. മഴക്കാലമാണ്, വിഷജന്തുക്കൾ പുറത്തിറങ്ങുന്ന സമയം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വേടൻ. ഈ വേടൻ എന്ന കലാകാരൻ കേരളത്തിലെ 40% ജനങ്ങളും അറിയപ്പെടുന്നത് ഈ അടുത്തിടെയാണ്. വേടൻ പാടിയ ഓരോ മൂർച്ചയുള്ള ഗാനങ്ങളും ഇന്ന് സംഘപരിവാർ പ്രവർത്തകരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാലക്കാട് നടന്ന ഹിന്ദു ഐക്യവേദിയുടെ ധർണയിൽ ശശികല നടത്തിയ പ്രസംഗം കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. പാലക്കാട് നടത്തിയ പരിപാടി തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. ഇന്ന് വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000-ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി. വേടനെ തലങ്ങും ബലവും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ പ്രവർത്തകർ. എന്നാൽ സംഘപരിവാർ പ്രവർത്തകർ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിലെ 195% ജനങ്ങളും വേടനൊപ്പമാണ്. ഇനി ശശികലക്ക് ധന്യാരാമൻ കൊടുത്ത മറുപടി കേൾക്കാം. ശശികലയെ സംബന്ധിച്ച് ഞാൻ കുറച്ചു നാൾ ഈ ശബരിമല ഇഷ്യൂ ഒക്കെ വന്നപ്പോഴാണ് ഞാനിത് അവരെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. കാരണം ഒരു സമൂഹത്തിലേക്ക് എപ്പോഴും നെഗറ്റീവും വിഷവും തുപ്പുന്ന ഒരു സ്ത്രീയാണത്. അവരാണോ ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്? ഈ ഹിന്ദു ഐക്യവേദി ഞങ്ങളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരാരാണ്? ഞങ്ങൾ ഈ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാര് എങ്ങനെ ജീവിക്കണം, എന്ത് പാടണം, എന്ത് ഉടുക്കണം എന്ന് പറയാനായിട്ട് ശശികലയല്ല, ശശികലയുടെ കുഴിമാടത്തുള്ളവർ പോലും, കുഴിമാടത്തിൽ എണീച്ച് വരുന്നവർ പോലും അതിനകത്ത് വളർന്നിട്ടില്ല എന്ന് മാത്രമേ ശശികലയോട് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. കാരണം ഞങ്ങളുടെ ഒരു കാര്യവും ശശികല തീരുമാനിക്കേണ്ടത്. ശശികല ഞങ്ങളുടെ ആരാണ്? ഞങ്ങൾ എന്ത് പാടണം, എന്ത് പറയണം എന്നുള്ളത് തീരുമാനിക്കാൻ ഇവരാരാണ്? ഇവര് വളരെ മോശം ഭാഷയിലാണ് വേടനെ പറഞ്ഞിട്ടുള്ളത്. കഞ്ചാവ് ഉപയോഗിക്കുന്ന എന്നുള്ള ഒരു അർത്ഥം വരുന്ന രീതിയിലോ അങ്ങനെ എന്തോ ഒരു ഏറ്റവും മോശം വേർഡാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ചരിത്രവും ഇവരൊന്നും ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് സ്വയം പരിഷ്കരിക്കാൻ പോലും പറ്റാത്ത അവരുടെയൊക്കെ ആ മനസ്സിൽ ഉറഞ്ഞു കിടക്കുന്ന, പാരമ്പര്യമായിട്ട് ഉറഞ്ഞു കിടക്കുന്ന ജാതിയും പേറിക്കൊണ്ടുള്ള ആ ശശികലയുടെയൊക്കെ ഈ വിഷം തുപ്പൽ ഈ കേരളം ഇങ്ങനെ സഹിക്കേണ്ടതുണ്ടോ? കേരളത്തിലെ ഓരോ ജനങ്ങളും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ധന്യാരാമൻ ഇവിടെ പറഞ്ഞത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ കേരളത്തിലെ ജനങ്ങൾ നടത്തണം. കാരണം ഇനി വരുന്ന തലമുറക്ക് ഇതുപോലുള്ള വിഷജന്തുക്കൾ ആപത്താണ്. ഇനി നമുക്ക് പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന സെക്രട്ടറി കെ സോമപ്രസാദിൻ്റെ വാക്കുകൾ കേൾക്കാം. വേടന് ഉയർത്തുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ സംഘപരിവാർ സംഘടനകൾക്ക് വളരെയധികം അലോരസമുണ്ടാക്കുന്നതും അവരെ പൊള്ളിക്കുന്നതുമാണ്. സ്വാഭാവികമായിട്ടും വേടൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ വേടനെ നിശബ്ദനാക്കേണ്ടത് ഇന്ത്യയിലെ സവർണ സംഘപരിവാർ സംഘടനകൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. കേന്ദ്ര ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേടനെ നിശബ്ദനാക്കാനുള്ള നടപടിയുടെ ആദ്യ പടിയായിട്ടാണ് യാതൊരു കാരണവശാലും കേരളത്തിലെ ജനസമൂഹവും പൊതുസമൂഹവും പുരോഗമന ശക്തികളും ദളിത് സമൂഹവും വേടനെ പേരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്ത് എന്നേക്കുമായി കൽത്തുറുങ്കിൽ അടച്ചു കളയാം എന്ന RSSൻ്റെയും BJPയുടെയും ആഗ്രഹം നടപ്പിലാക്കാനേ പോകുന്നില്ല. അതിനെതിരായി വളരെ വലിയ പ്രക്ഷോഭം കേരളത്തിൽ വളർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. PKS പട്ടികജാതി ക്ഷേമസമിതി ഈ പ്രശ്നത്തിൽ അതിശക്തമായി സമരവും പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് വരും. ഇതിൽ ശക്തിയായിട്ടുള്ള പ്രതിഷേധം. വേടന്റെ മൂർച്ചയുള്ള വാക്കുകൾ സംഘപരിവാർ ഭയക്കുന്നുണ്ടെങ്കിൽ കേരളക്കരയിൽ അലയടിച്ചു വീഴാൻ പോവുകയാണ് വേടന്റെ മൂർച്ചയുള്ള വാക്കുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ വേടനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഇന്നത്തേക്ക് നമുക്ക് വേടന് കൊടുക്കാം.
അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.